ഇപ്പോൾ ഒരു പേരൻറ്റിന് തന്നെ തൻ്റെ കുട്ടിക്ക് ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ടുള്ളതെന്ന് ഒബ്സർവ് ചെയ്ത് കുറച്ച് മനസ്സിലാക്കാം. ടീച്ചേഴ്സിനും ചില ഗൈഡൻസ് കൊടുക്കാം. ഇപ്പോൾ ചില കേസുകളിൽ കുട്ടിക്കും ഇന്ന വിഷയത്തിനോട് പ്രത്യേകിച്ചൊരു ആഭിമുഖ്യമില്ല, എല്ലാം ഓക്കെയാണ്, അല്ലെങ്കിൽ മിക്കവാറും എല്ലാം പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഒരു ശാസ്ത്രീയമായ ഒരു അസസ്മെൻറ്റ് നടത്താം. അതിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് എന്നൊരു അസസ്മെൻറ്റ് വഴി കുട്ടിക്ക് ഇതിൽ ഏറ്റവും ഡോമിനൻ്റായ ഇൻ്റലിജൻസ് ഏതാണെന്ന് കണ്ടെത്താം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. 2, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്ന് പറയുന്നൊരു സംഗതി ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാ സംബന്ധമായ ബുദ്ധിയുള്ള ആളിന് അഭിഭാഷകനാകാം, മാധ്യമപ്രവർത്തകനാകാം, എഴുത്തുകാരനാകാം, അധ്യാപകനാകാം. പക്ഷേ ഈ 4 തൊഴിലുകൾക്കും വേണ്ട സ്കിൽ സെറ്റുകൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇതിലേതാണ് കുട്ടി ആസ്വദിച്ച് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അന്തർമുഖത്വമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അഭിഭാഷകനാക്കിയാലും മാധ്യമപ്രവർത്തകനാക്കിയാലും ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള വ്യക്തിക്ക് അധ്യാപകനാകാൻ വലിയ കുഴപ്പം വരത്തില്ല, സർവൈവ് ചെയ്ത് പോകാൻ പറ്റിയേക്കും. എഴുത്തുകാരനാകാൻ ഭംഗിയായിട്ട് പറ്റും, കാരണം ഈ പറഞ്ഞ മറ്റേ സംഗതികളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തേത് പേഴ്സണാലിറ്റി അസസ്മെൻ്റാണ്, വ്യക്തിത്വം. അപ്പോൾ ചില വ്യക്തിത്വ സവിശേഷതകളുള്ളവർക്ക് ചിലത് പറ്റില്ല. അപ്പോൾ നല്ല ഭാഷാ സ്വാധീനമുണ്ട്, പക്ഷേ വളരെ തീവ്ര അന്തർമുഖത്തുള്ള ഒരാളാണ്. അയാളെ കൊണ്ട് ബിസിനസ് മാനേജ്മെൻറ്റിൽ കൊണ്ടിട്ടാൽ അയാൾ കഷ്ടപ്പെടും, മറ്റു ചില മേഖലകളിലേക്ക് വിടേണ്ടി വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഏറ്റവും നല്ല കരിയർ എന്ന് മനസ്സിലാക്കാൻ പറ്റും.